ഞാൻ കുട്ടിക്കാലം മുതലേ കാണുന്ന എൻ്റെ അപ്പൂപ്പൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു റോളക്സാണ്. ഒരു ഫുൾ ഗോൾഡ് റോളക്സ്. അതിൻ്റെ ഡയലും ഗോൾഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വില്ലിലൊക്കെ എഴുതി വെക്കും ഇങ്ങനത്തെ വാച്ച്. അപ്പോൾ റോളക്സ് മാത്രമാണ് അങ്ങനെ വില്ലിൽ എഴുതി വെക്കുന്നതും, പിന്നെ റോളക്സ് മാത്രമാണ് നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കാവുന്ന ഒരു വാച്ചും, വേറൊരു വാച്ചും വെക്കാനൊക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചിറ്റപ്പന്മാർ പറഞ്ഞു തരും. അപ്പൂപ്പൻ അത് അങ്ങ് കൊടുത്തത് അച്ഛൻ്റെ ലാസ്റ്റ് ബട്ട് ടു ആ ചിറ്റപ്പനായത് കൊടുത്തത്. അദ്ദേഹം ഗദ്ദാഫിയുടെ പേഴ്സണൽ ഡോക്ടറായിട്ട് പണ്ട് പോയതാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹത്തിന് അത് കൊടുത്തത്. എൻ്റെ അച്ഛനത് കിട്ടിയതില്ല. എൻ്റെ അച്ഛനത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കത് കിട്ടി. ഇറങ്ങുന്ന സമയത്ത് ദുബായിലൊക്കെ പോയി വാങ്ങാൻ ഒരുപാട് ശ്രമം നടത്തി. പക്ഷെ ഞാൻ അന്ന് അത് വാങ്ങാൻ പോകുന്ന സമയത്ത് ഈ വാച്ചിനെ കണ്ട് 28 lakhs. അപ്പം എങ്ങനെ എൻ്റെ ഒരു 10 സിനിമ എന്നുള്ള ശമ്പളത്തിൽ നിന്ന് ഇത്ര വെച്ച് പിടിച്ച് നോ, ഇറ്റ് ഡസ് നോട്ട് ബിലോങ്. അപ്പോൾ 2 വർഷത്തിനിടയ്ക്ക് 3-4 പ്രാവശ്യം ഈ കടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ 97 എൻ്റെ അറേബ്യൻ ഡ്രീംസിൻ്റെ ഷോ എല്ലാം കഴിഞ്ഞ് ഫാമിലി ആയിട്ടൊരു വിസിറ്റ് പോയപ്പം MP ഗംഗാധരൻ രണ്ടാമത്തെ മകൻ രമേഷും ഉണ്ട് എൻ്റെ കൂടെ. ഞങ്ങളിങ്ങനെ വാച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്, ഞാൻ ഇതല്ല മറ്റത്, ഇതെന്താ വില, അത് 57 lakh, അയ്യോ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. അപ്പം മുതുകിലിങ്ങനെ ഒരു തട്ട്, റോളക്സ് ആണ് ഇടാൻ നോക്കുന്നത്. മമ്മൂക്ക. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മമ്മൂക്കയാണ്. റോളക്സ് ഒക്കെ എന്തോന്ന് വാങ്ങിച്ചാൽ അതൊക്കെ എടുത്ത് കാണാം, നീ ആ പിയാജറ്റ് വാങ്ങിക്കും. അപ്പോൾ ഇപ്പുറത്ത് വന്ന് രമേഷ്, ചേട്ടാ പിയാജറ്റ് അല്ല, അത് പിയാഷയാണ്, കറക്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു അങ്ങനെ വായിരിക്കുന്നത് നമുക്ക് കേൾക്കാം, അത് വേണ്ട. ഓക്കെ. ഞാൻ പറഞ്ഞു നമുക്ക് എൻ്റെ അപ്പൂപ്പനൊരു റോളക്സ് ഉണ്ടായിരുന്നു. ആ റോളക്സ് എൻ്റെ അച്ഛൻ ഇൻഹെറിറ്റ് ചെയ്ത് എനിക്കത് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് റോളക്സ്. എടാ എന്നാൽ ഫത്തെ ഫിലിപ്പെ നോക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് അതല്ല, ആ ഒരു ജനറേഷനല്ല ഞാൻ. എനിക്ക് എന്നാൽ പിന്നെ നീ റോളക്സ് ഉണ്ടാക്കി. ഞാൻ പോകണം.